അപ്പൊ റെട്രോ എന്ന മൂവി കണ്ടു. സോ എനിക്കിതൊരു ആവറേജ് പടമായിട്ട് തോന്നിയിട്ടുള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒരു വാച്ചബിൾ ആയിട്ട് എന്ന് പറയാൻ പോലെ ഫസ്റ്റ് ഹാഫ് ഉണ്ടെന്നല്ലാണ്ട് ബാക്കി സെക്കൻഡ് ഹാഫ് പോലും വാച്ചബിൾ അല്ല. അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒന്നുമില്ല. കുറെ ജിഗർതൻ കോംപ്ലക്സിന്റെ ആ ഒരു തീമൊക്കെ എടുത്തിട്ട് കുറെ ഉപയോഗിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും വർക്കായില്ല. ജിഗർതൻ കോംപ്ലക്സിലൊക്കെ ആ ഒരു ലാസ്റ്റുള്ള ഭാഗങ്ങളൊക്കെ നല്ല രസമായിരുന്നു. അത് കാരണം ഒരു രാഘവ ലോറൻസിന്റെ എസ് ജയസൂര്യന്റെ ഒക്കെ ആ ഒരു ബോണ്ട് രസമായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ആ ഒരു ലാസ്റ്റ് ഉണ്ടായിരുന്നിട്ടുള്ള ആ ഒരു ഗോത്രത്തിന്റെ സംഭവമൊക്കെ നല്ലോണം ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു ട്രൈ നടത്തിയിട്ടുണ്ട് ഇതില്. അതേപോലത്തെ വേറൊരു ഈ സ്ലേവറി ബേസ്ഡ് ഒക്കെ സംഭവം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരു സുഖം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫസ്റ്റ് ഹാഫില് കുറെ ഇൻട്രൊഡക്ഷൻ, സൂര്യന്റെ ഇൻട്രൊഡക്ഷൻ നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ ഒരു ഒരു 10-12 മിനിറ്റിന് ഒരു സിംഗിൾ ഷോട്ട് ഉണ്ട് ഇതിൽ. ആ മാരേജ് ഫംഗ്ഷനിൽ ആ സോങ്ങിനെ ബേസ് ചെയ്തിട്ട് ഒരു സിംഗിൾ ഷോട്ട് ഉണ്ട്. അത് ഒരു സൂപ്പർ ഷോട്ടായിരുന്നു. ആ ഷോട്ടൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു പടങ്ങി വേറെ ലെവലിലേക്ക് മാറും എന്നൊക്കെ വിചാരിച്ചിങ്ങനെ എക്സ്പെക്ട് ചെയ്തായിരുന്നിരുന്നു. പക്ഷെ പിന്നെ അങ്ങോട്ട് പടം ഇങ്ങനെ കുറഞ്ഞ് ഒന്നുമില്ലാത്ത പോലത്തെ രീതിക്കാണ് പോയത്. സോ ഫസ്റ്റ് ഹാഫിലെ കുറച്ച് കാര്യങ്ങള് സ്റ്റണ്ടുകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും അത് പിന്നെ പോയതൊന്നും വർക്കായില്ല. നമ്മള് കാത്തു സുബ്രാജിൽ എക്സ്പെക്ട് ചെയ്ത് ഒന്നും കിട്ടിയില്ല എന്നുള്ള പോലെ തോന്നി. അതുപോലെ സൂര്യ തന്നെ നമ്മള് കങ്കുവൊക്കെ കണ്ട് പിന്നെ നല്ലൊരു പടം കാണുമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അറ്റ്ലീസ്റ്റ് നല്ലൊരു പടം ആയാൽ മതിയിരുന്നു എന്ന് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതുപോലും കിട്ടിയില്ല. ഞാൻ വളരെ ആന്റിസിപ്പേറ്റഡ് ആയിട്ട് എക്സ്പെക്ട് ചെയ്തിരുന്ന പടമായിരുന്നു കുറെ കാലമായിട്ട്. ട്രെയിലർ വരുമ്പോഴും പോസ്റ്റർ വരുമ്പോഴൊക്കെ ഇങ്ങനെ ആ ഒരു സൂര്യനെ നല്ല രസത്തിൽ കാണാലോ എന്ന് വിചാരിച്ചാ പോയത്. പിന്നെ അതൊന്നും കിട്ടിയില്ല. പിന്നെ ഇതിങ്ങനെ ചാപ്റ്റർ വൈസ് ആണ് പടം. ഇങ്ങനെ വാറ്, ലവ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ചാപ്റ്റേഴ്സ് ആണ് തിരിച്ചിരിക്കുന്നത്. ഇതിൽ ലവ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഈ പറഞ്ഞ പോലെ പൂജ ഹെഗ്ഡനായിട്ടുള്ള ലവ് സ്റ്റോറിയാണ് ഇതിൽ കാണിക്കുന്നത്. പക്ഷെ ഇതൊക്കെ വളരെ ഒരു ഒരു നമുക്ക് ഇമോഷണലി ഫീൽ ചെയ്യിക്കാനൊന്നും പറ്റാത്ത രീതിക്കുള്ള ഒരു ബോണ്ടാണ് അവരൊപ്പം ഉണ്ടായിരുന്നത്. നമുക്ക് എന്തൊക്കെയോ പല സീനുകളും എന്തിനാ ഇത് ഇങ്ങനെയൊക്കെയെന്നൊക്കെ തോന്നിപ്പോകുന്ന സീനുകളാണ് പലവേ ഉണ്ടായിരുന്നത്. സോ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തിയേറ്ററിൽ പോയി കാണേണ്ട ആവശ്യമില്ല. എനിക്ക് സൂര്യനൊക്കെ അങ്ങനെ ചിലപ്പോൾ നിങ്ങൾക്ക് വർക്കാവുമെന്ന് എനിക്ക് അറിയില്ല. എനിക്കിത് വർക്കായിട്ടില്ല. സോ നിങ്ങളിത് പോയി കണ്ടു നോക്കുക. കണ്ടു നോക്കണമെങ്കിൽ എനിക്ക് അഭിപ്രായമല്ല, ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് OTT ഒന്ന് കണ്ട് നോക്കാവുന്നതേ ഉള്ളൂ. തിയേറ്ററിൽ പോകേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ കേട്ടോ, പക്ഷെ ഞാൻ പറയില്ല കാണാൻ. സോ ഇനി ഇത് കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. സോ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.